ഞാനൊന്ന് ഒരു ചാർട്ട് ഒരു ദിവസം എടുത്തു വെച്ചിട്ട് ദാണ്ട് ഈ ചാർട്ട് കാണാമല്ലോ അല്ലേ. ഇപ്പോൾ ഈ ചാർട്ട് ദാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ദാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ക്യാൻഡിലുകൾ ഇങ്ങനെ കൂടി കുറഞ്ഞ് അതായത് വില കൂടുന്നു വില കുറയുന്നു, വില കൂടുന്നു വില കുറയുന്നു, മീൻസ് വില കുറയുന്നു എന്നല്ല, വിൽക്കുന്നു വാങ്ങുന്നു ഈ പ്രോസസ്സ് നടക്കുന്നു കണ്ടോ. അങ്ങനെ കൂടി ദാണ്ട് ഇവിടെ കൂടുന്നു, പ്രൈസ് കൂടുന്നു, വീണ്ടും കുറയുന്നു, വീണ്ടും ഒത്തിരി കുറഞ്ഞു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കുറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചാർട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടുക കുറയുക ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ദാണ്ട് ഇവിടെ ഈ റേഞ്ചിൽ നിന്ന സാധനമാണ് നമുക്ക് മനസ്സിലാക്കാം. ദാണ്ട് ഈ റേഞ്ചിൽ നിന്ന സാധനമാണ് അല്ലേ വില. ഈ ഷെയറിൻ്റെ വില ദാണ്ട് ഈ റേഞ്ചിൽ നിന്നിരുന്നതാണ്. പെട്ടെന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതാണ്ട് ഇങ്ങനെ ഒരു ഇടിവ് അല്ലേ, പ്രൈസിനകത്ത് ഇങ്ങനെ ഒരു ഇടിവ് സംഭവിച്ചത്. അവിടെയും ഇടിച്ച് നിന്നില്ല, അവിടെ ഇടിച്ചിട്ട് ദാണ്ട് ഈ ഒരു റേഞ്ചിലെത്തിയപ്പോൾ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് അത് വന്നു, ശരിയല്ലേ. വന്നിട്ട് പിന്നെ സംഭവിച്ചത് എന്താണ്, ആ റേഞ്ചിൽ നിന്നും താഴേക്ക് പോയി, ആൾക്കാർ വിറ്റു അല്ലേ. അതായത് ഏകദേശം ദാണ്ട് ഈ റേഞ്ചിൽ കിടക്കുമായിരുന്നു വാങ്ങലും വിൽപ്പനയൊക്കെ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടോ പെട്ടെന്ന് അതിൻ്റെ വില കുറഞ്ഞ് ദാണ്ട് ഇത്ര ഈ റേഞ്ചിലേക്ക് എത്തി. പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലേ, എപ്പോഴും ഇങ്ങനെ വില കുറഞ്ഞ് നിൽക്കത്തില്ല. വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചാർട്ട് പുറമോട്ടുള്ള ഈ ചാർട്ട് നോക്കിയാൽ തന്നെ അറിയാം എന്താണെന്ന് സംഭവിക്കുന്നത്. കൂടുന്നു കുറയുന്നു കണ്ടോ. പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് കൂടുന്നു, വീണ്ടും പെട്ടെന്ന് കൂടുന്നു. ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ചാർട്ടിൽ എന്ത് ചെയ്യുന്നു, ഒന്ന് നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കുറയും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് കൂടും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിടികിട്ടിയോ. അപ്പോൾ ഇതാ പെട്ടെന്ന് എന്ത് സംഭവിച്ചു, പെട്ടെന്ന് കുറഞ്ഞു അല്ലേ. വില പെട്ടെന്നാണ് ഇടിഞ്ഞ് താഴേക്ക് പോയി അല്ലേ. ഏകദേശം ദാണ്ട് ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ 247 രൂപ 53 പൈസ ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ദാണ്ട് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമുക്ക് ആ പ്രൈസ് റേഞ്ച് കണ്ടോ. നമ്മൾ ഈ ഒരു കർസർ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 247 രൂപ 88 പൈസ എന്നുള്ള രീതിയിലൊക്കെ കാണാം അല്ലേ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 253 വരെയൊക്കെ അത് പോയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഒരു ടോപ്പ് നോക്കുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് പെട്ടെന്ന് ഏകദേശം ദാണ്ട് 200 അല്ലേ, 200ലേക്കൊക്കെ എത്തിയിട്ടുണ്ടത്. അപ്പോൾ ആ 253 കിടന്നതാണ്, ഓർക്കുക 253 കിടന്ന പ്രൈസാണ് നേരെ 200ലേക്ക് വീണേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്, 53 രൂപയുടെ ഡിഫറൻസ് ആയിപ്പോയി, ശരിയല്ലേ. പെട്ടെന്നല്ലേ അത് താന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യം, പെട്ടെന്നൊന്ന് കുറഞ്ഞാൽ അത് തിരിച്ച് എന്ത് ചെയ്യും, തിരിച്ച് കൂടും, എപ്പോഴെങ്കിലും ഒന്ന് കുറച്ചെങ്കിലും കൂടും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ചാർട്ട് ഞാൻ വരച്ച് വെച്ചിരുന്നത്. അത് ഞാൻ കാണിക്കാം. ഞാൻ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് ഈ ഒരു രീതിയിൽ ഈ ചാർട്ട് കയറി വരും എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ തോന്നിയപ്പോൾ ഞാനൊന്ന് വരച്ചിട്ടിരുന്നതായിരുന്നു. ഏതാണെന്ന് ഞാൻ കാണിക്കാമേ, ഒരു മിനിറ്റ്. ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു ചാർട്ട് ഇത് ഞാനിങ്ങനെ അന്ന് വരച്ച് വെച്ചിരുന്നതായിരുന്നു. ഓക്കെ. അതായത് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഇടിഞ്ഞ് വരുമ്പോൾ ഇത് ഏകദേശം ദാണ്ട് ഈ ഭാഗത്തെത്തി. കാരണം ഇവിടെ അത് ഞാൻ അവിടെ എത്തും എന്ന് മനസ്സിലാക്കിയത് ദാണ്ട് ഇവിടെ ഇങ്ങനെ കുറേ പേരിങ്ങനെ എന്ത് ചെയ്തേക്കുന്നു, ഈ ഒരു റേഞ്ചിൽ കണ്ടോ, ഈ ഒരു റേഞ്ചിൽ വില ഇങ്ങനെ കൂടുന്നു കുറയുന്നു എന്നുള്ള പറയുന്ന പ്രോസസ്സ് ഈ ഒരു റേഞ്ചിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഏകദേശം അവിടേക്ക് ഈ പെട്ടെന്ന് കുറയുന്ന സാധനം അവിടേക്ക് അല്ലേ, ഇത്രയും ഇത് കുറഞ്ഞാലും തിരിച്ച് ഈ ഒരു റേഞ്ചിലെങ്കിലും കയറി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ദാണ്ട് ഇങ്ങനെ ഒരു വര വരച്ച് അവിടെ വെച്ചിരുന്നത്. പിടികിട്ടിയോ. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഞാനതെടുത്ത് നോക്കിയപ്പോൾ എന്ത് ചെയ്തു, ഈ ചാർട്ട് ഞാൻ വരച്ചതുപോലെ തന്നെ ഏകദേശം ആ വരച്ചെടുത്ത് തന്നെ കയറി മുട്ടി ആണിപ്പം നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഞാനത് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു ദിവസം എപ്പോഴാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
എന്നെങ്കിലും ഒരു ദിവസം അത് ഈ റേഞ്ചിലേക്ക് തിരിച്ചു വരും. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 253 നമ്മൾ വായിച്ചില്ലേ? ഇപ്പോൾ ഇത് എന്നെങ്കിലും, അതെപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചാർട്ട് എന്ന് നോക്കിയിരിക്കണം എപ്പോഴാണ് ഇത് കയറി വരുന്നത്. അതായത് ഇവിടെ നിന്നും ഈ ഒരു റേഞ്ചിലേക്ക് എന്നെങ്കിലും ഒരു ദിവസം ഈ ചാർട്ട് കയറി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇരുന്നിട്ടാണ് ഇത് എന്ത് ചെയ്തേക്കുന്നത്, ഇടിഞ്ഞ് താഴേക്ക് പോയേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു പ്രോബബിലിറ്റി, ഒരു സാധ്യത, മാക്സിമം സാധ്യത എന്താണ്, ഈ സാധനം ഈ ഒരു ചാർട്ട് ഒരു ദിവസം കറങ്ങിത്തിരിഞ്ഞ് ദാണ്ട് ഈ ഭാഗത്ത് വന്ന് ഇടിച്ചിട്ട് ഒന്നെങ്കിൽ മുകളിലേക്കോ അല്ലെങ്കിൽ വീണ്ടും താഴേക്കോ വീണ്ടും കൂടി അങ്ങനെ പോകാനാണ് സാധ്യത. അത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചാർട്ട് മാത്രം ഫോളോ ചെയ്തു പോകും. 1-2 ചാർട്ട് നമുക്ക് ഫോളോ ചെയ്തു പോകാം, എങ്ങനെയൊക്കെയാണ് ഈ ചാർട്ട് വർക്കാവുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഞാനിപ്പോൾ ഇവിടെയൊന്ന് പറയാം. ചില ദിവസങ്ങളിൽ ലെങ്തി വീഡിയോ ആയി പോകും, എങ്കിലും മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ബാക്കി പറഞ്ഞു തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ.